14-ാം വയസ്സിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ തേനീച്ച കൃഷി 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സംസ്ഥാന പുരസ്കാരത്തിന്റെ തിളക്കത്തിൽ. വണ്ടൂർ സ്വദേശി KP അനീഷിനാണ് സംസ്ഥാനത്തെ മികച്ച തേനീച്ച കർഷകനുള്ള പുരസ്കാരം ലഭിച്ചത്. റബ്ബർ ടാപ്പിങ്ങിനൊപ്പം അധിക വരുമാനം ലക്ഷ്യമിട്ട് തുടങ്ങിയ കൃഷിയാണ് ഇന്ന് പ്രതിവർഷം 20 ടൺ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന വൻകിട സംരംഭമായി മാറിയത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരിക്കെ ഒരു അധിക വരുമാനം എന്ന നിലയിലാണ് വണ്ടൂർ സ്വദേശി KP അനീഷ് തന്റെ 14-ാം വയസ്സിൽ തേനീച്ച കൃഷിയിലേക്ക് തിരിയുന്നത്. തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തു നിന്നെത്തിയ തൊഴിലാളികളിൽ നിന്നായിരുന്നു ആദ്യ പാഠങ്ങൾ. ഏതാനും പെട്ടികളിൽ തുടങ്ങിയ പരീക്ഷണം ഇന്ന് അനീഷിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഭാര്യ നിമിഷയുടെ പിന്തുണയോടെ തുടങ്ങിയ നാച്ചുറൽ ഹണി പ്രൊഡക്ട്സ് എന്ന സ്ഥാപനവും നിലമ്പൂർ ഹണി എന്ന ബ്രാൻഡും ഇന്ന് വിപണിയിൽ സജീവമാണ്. പ്രതിവർഷം 20 ടണ്ണോളം തേനാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിന് പുറമെ കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും ഇന്ന് അനീഷിന്റെ ബ്രാൻഡിലുള്ള തേൻ എത്തുന്നുണ്ട്. തേൻ ഉൽപാദനത്തിന് പുറമെ തേനീച്ചപ്പെട്ടികളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിലൂടെ 20-ലധികം പേർക്ക് നേരിട്ടും പരോക്ഷമായും തൊഴിൽ നൽകാനും ഈ സംരംഭത്തിന് സാധിക്കുന്നു. കൃഷി വകുപ്പിന്റെയും വണ്ടൂർ കൃഷി ഓഫീസർ T. ഉമ്മർകോയയുടെയും ശാസ്ത്രീയമായ പിന്തുണയും ഈ വളർച്ചയ്ക്ക് കരുത്തായി. 4 പതിറ്റാണ്ടിന്റെ കഠിനാധ്വാനത്തിനാണ് ഇപ്പോൾ സംസ്ഥാന പുരസ്കാരത്തിലൂടെ അർഹിച്ച അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. തേനീച്ചക്കൂട് ഏകദേശം 2000-ലധികം 2500-നടുത്ത് ചെയ്യുന്നുണ്ട്. ചെറുതേനീച്ച കൃഷി ഒരു 1000-ഓളം ബോക്സുകൾ ചെറുതേനീച്ച കൃഷിയും ചെയ്യുന്നുണ്ട്. കുടുംബത്തിന്റെയൊക്കെ സപ്പോർട്ടാണ്. പിന്നെ കൂടാതെ നമുക്ക് ഹോർട്ടികോർപ്പിന്റെ അതുപോലെ കേരള കൃഷി വകുപ്പിന്റെ, കേരള സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ ഒക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയത് കാരണത്താലാണ് നമുക്ക് ഇന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പുതുതായിട്ട് ഈ കൃഷിരംഗത്തേക്ക് കടന്നു വരുന്ന കർഷകർക്ക് എനിക്ക് കിട്ടിയ ഒരു അവാർഡ് ഒരു പ്രചോദനമാവുകയാണെങ്കിൽ ഏറ്റവും നന്നായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.